വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. നമുക്കു ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മാനവ പുരോഗതിയുടെ അസംഖ്യം അടയാളങ്ങൾ ഇതൾ വിരിയുന്നത് കാണാം. മനുഷ്യ സമൂഹം കൈവരിച്ച നേട്ടങ്ങളുടെ എത്രയെത്ര ദൃശ്യങ്ങൾ. എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം സാധ്യമായതിനു പിന്നിൽ ചാലകമായി വർത്തിച്ച പ്രധാനപ്പെട്ട ഘടകമാണ് ഊർജ്ജരൂപങ്ങൾ. ഊർജ്ജത്തിന്റെ വൈവിധ്യമാർന്ന ഉപയോഗങ്ങളാണ് ആധുനിക മനുഷ്യ സമൂഹത്തിന്റെ ഇതുവരെയുള്ള വളർച്ചകൾക്ക് കാരണമായത്. നിരവധി ഊർജ്ജരൂപങ്ങളുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈദ്യുതിയാണ് എന്ന് നിസ്സംശയം പറയാം. നമുക്കു ചുറ്റും വൈദ്യുതോർജ്ജത്തിന്റെ കരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? വാഹനങ്ങളുടെ ലൈറ്റുകൾ പ്രകാശിക്കണമെങ്കിൽ വൈദ്യുതി വേണം. ഇവിടെ വാഹനത്തിന്റെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഒരു ചെറിയ ജനറേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സ്റ്റോറേജ് ബാറ്ററി വഴി സംഭരിച്ചാണ് ഉപയോഗിക്കുന്നത്. വാഹനത്തിന്റെ ലൈറ്റുകൾ മാത്രമല്ല, ഹോണും AC-യും മ്യൂസിക് സിസ്റ്റവുമെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് വൈദ്യുതിയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ പ്രവർത്തിക്കണമെങ്കിലും വൈദ്യുതി വേണം. ഫോണിലെ ബാറ്ററിയിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് പ്രവർത്തനം സാധ്യമാക്കുന്നത്. മൊബൈൽ ടവറുകൾ പ്രവർത്തിക്കണമെങ്കിലും വൈദ്യുതി വേണം. TV പ്രവർത്തിക്കുന്നത് വൈദ്യുതി കൊണ്ടല്ലേ? നമുക്ക് ദൃശ്യങ്ങൾ പകർത്തി നൽകണമെങ്കിൽ ക്യാമറ വേണം, അല്ലേ? ആകട്ടെ, ക്യാമറകൾ പ്രവർത്തിക്കുന്നതും ഏത് ഊർജ്ജരൂപം ഉപയോഗിച്ചാണ്? വൈദ്യുതി. ക്യാമറകളിലെ ബാറ്ററിയിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറി അവയെ പ്രവർത്തിപ്പിക്കുന്നു. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജും മിക്സിയും മറ്റ് നിരവധി ഉപകരണങ്ങളും വൈദ്യുതി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്, അല്ലേ? ഇവിടെയെല്ലാം ഒരു പൊതുവായ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വൈദ്യുതിയെ മറ്റു പലവിധ രൂപങ്ങളിലേക്കും അനായാസേന മാറ്റാൻ കഴിയും എന്ന കാര്യം. ഇതുതന്നെയാണ് വൈദ്യുതോർജ്ജത്തിന്റെ ഏറ്റവും വലിയ മേന്മയും. അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത ഊർജ്ജരൂപവും വൈദ്യുതി തന്നെ. വൈദ്യുതി പ്രസരിക്കുമ്പോൾ പൊടിയോ പുകയോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല, അല്ലേ? വിവിധ ഉപകരണങ്ങളിൽ വൈദ്യുത പ്രവാഹമുണ്ടാക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കൂ. നിങ്ങൾ ഫാൻ ഇടുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുകയാണ്. അങ്ങനെ ഫാനിന്റെ മോട്ടോർ പ്രവർത്തിക്കുകയും ലീഫുകൾ കറങ്ങി കാറ്റ് ലഭിക്കുകയും ചെയ്യുന്നു. ലൈറ്റ് ഇടുമ്പോൾ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. അല്പം താപോർജ്ജവും ഉണ്ടാകുന്നുണ്ട്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ഘടിപ്പിക്കുമ്പോഴോ? ഇവിടെ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി ബാറ്ററിയിൽ ശേഖരിക്കപ്പെടും. പിന്നീട് ഈ രാസോർജ്ജം തിരികെ വൈദ്യുതോർജ്ജമായി ഫോണിനെ ദീർഘനേരം പ്രവർത്തിപ്പിക്കും. മിക്സിയിലും ഗ്രൈൻഡറിലും മറ്റും വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറി പ്രവൃത്തി ചെയ്യുന്നു. മൈക്രോവേവ് അവനിലും ഇൻഡക്ഷൻ കുക്കറിലും വൈദ്യുതോർജ്ജം പ്രത്യേക വിധങ്ങളിൽ താപോർജ്ജമായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. വീടുകളിൽ മാത്രമല്ല, വ്യവസായശാലകളിലും കടകളിലും പെട്രോൾ പമ്പിലും എന്നുവേണ്ട നമുക്കു ചുറ്റും എല്ലായിടങ്ങളിലും വൈദ്യുതിയുടെ വിവിധ ഫലങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ബാറ്ററികളും ചെറുകിട ജനറേറ്ററുകളും മറ്റും ചെറിയ തോതിൽ വൈദ്യുതി നൽകുമ്പോൾ പവർ സ്റ്റേഷനുകളിൽ വൻതോതിലുള്ള വൈദ്യുതോൽപാദനം നടക്കുന്നു. ദൂരെയുള്ള വലിയ പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏറെ ശ്രമം ചെയ്ത് പ്രസരണ ലൈനുകളിലൂടെയാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ പവർ ഗ്രിഡുകൾ വഴി മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് പോലും വൈദ്യുതി എത്തിക്കുന്ന സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. ജനറേറ്ററുകൾ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ യാന്ത്രികോർജ്ജം ജലപ്രവാഹത്തിൽ നിന്നാകുമ്പോൾ അതിനെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയും. ഇതിന് വലിയ ഡാമുകൾ, ചെറിയ തടയണകൾ, ട്രെഞ്ച് വെയർ എന്നിങ്ങനെ പല രീതികൾ അവലംബിച്ച് ജലത്തെ ഉപയോഗപ്പെടുത്തുന്നു. കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി യന്ത്രങ്ങളും ഇന്ന് വ്യാപകമാവുകയാണ്.
സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി നിലയങ്ങളും ഇന്ന് ധാരാളം നിലവിലുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സോളാർ പാനലുകളാണ് ഇവയിൽ ഉപയോഗിക്കുന്നത്. ഈ സംവിധാനത്തിൽ സൂര്യപ്രകാശമാണ് ഇന്ധനം. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ ബാറ്ററി യൂണിറ്റുകളിൽ വലിയ തോതിൽ ശേഖരിച്ച് സ്ഥിരമായ വൈദ്യുത പ്രവാഹം സാധ്യമാക്കുന്നു. അതെ, വൈദ്യുതി നമ്മുടെ സന്തത സഹചാരിയും ഏറ്റവും വലിയ സഹായിയുമായി തീർന്നിരിക്കുന്നു. കരുത്തനായ ഈ സഹായിയുടെ വിവിധ ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ഇത്ര സുഗമമാക്കിയിരിക്കുന്നത്. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം. വൈദ്യുതി പ്രവാഹം ഉളവാക്കുന്ന മറ്റൊരു ഫലമാണ് താപം. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെയും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയും കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കിയാലോ? ഒരു സർക്യൂട്ടിന്റെ ചിത്രം നോക്കൂ. ഈ സർക്യൂട്ടിലെ എ, ബി എന്നീ 2 ബീക്കറുകളിലും 100 മില്ലി വീതം ജലമുണ്ട്. ബീക്കർ എയിലെ PQ നിക്രോം കമ്പിയാണ്. ബീക്കർ ബിയിലെ RS കോപ്പർ കമ്പിയും. 2 ബീക്കറിലും ഓരോ തെർമോമീറ്റർ വീതമുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുന്നു. 3-4 മിനിറ്റുകൾക്ക് ശേഷം 2 ബീക്കറുകളിലെയും ജലത്തിന്റെ താപനില അളന്നാൽ നിക്രോം കമ്പിയുള്ള ബീക്കറിലെ ജലം കൂടുതൽ ചൂടായതായി കാണാം. അതായത് RS എന്ന കോപ്പർ കമ്പി ചൂടായതിനേക്കാൾ കൂടുതൽ PQ എന്ന നിക്രോം കമ്പി ചൂടായി, അല്ലേ? 2 കമ്പിയിലൂടെയും ഒരേ കറണ്ടാണ് പ്രവഹിച്ചത്. വ്യത്യസ്ത പ്രതിരോധമുള്ള ചാലകങ്ങളിൽ കൂടി ഒരേ കറണ്ട് പ്രവഹിച്ചാൽ പ്രതിരോധം കൂടിയ ചാലകം കൂടുതൽ ചൂടാകും. അതായത് വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പ്രതിരോധം. H/R എന്ന് സൂചിപ്പിക്കാം. ഇനി 2 ബീക്കറിലും 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 100 മില്ലി വീതം ജലമൊഴിക്കാം. ഇത്തവണ കറണ്ട് 2 ആംപിയർ ആക്കുന്നു. ഇനി 3 മിനിറ്റ് തന്നെ സർക്യൂട്ട് ഓണാക്കി വയ്ക്കാം. ഇതാ, നിക്രോം കമ്പിയുള്ള ബീക്കറിലെ ജലം നേരത്തെ 3 മിനിറ്റ് കൊണ്ട് 36 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ 30 ഡിഗ്രിയിൽ നിന്ന് 40 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നിരിക്കുന്നു. അതായത് സർക്യൂട്ടിൽ കറണ്ടിന്റെ തീവ്രത കൂടിയപ്പോൾ താപവും കൂടി, അല്ലേ? അപ്പോൾ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന താപത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് കറണ്ട്, I. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അഥവാ കറണ്ടിന്റെ വർഗത്തിന് ആനുപാതികമായിരിക്കും ഉളവാകുന്ന താപം. ഇതിനെ H/I² എന്ന് സൂചിപ്പിക്കാം. ഇനി ഇതേ സർക്യൂട്ടിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുന്ന സമയം കൂട്ടുമ്പോഴോ? ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞുള്ള റീഡിംഗ് നോക്കാം. നിക്രോം ഉള്ള ബീക്കറിലെ ജലത്തിന്റെ താപനില 44 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നു, അല്ലേ? കോപ്പർ കമ്പിയുള്ള ബീക്കറിലോ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. വൈദ്യുതി പ്രവഹിക്കുന്ന സമയം കൂടുമ്പോൾ താപനിലയും കൂടിയെന്നല്ലേ ഇത് തെളിയിക്കുന്നത്? അതായത് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് സമയം അഥവാ H/T. ഈ ആശയങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച നിയമമാണ് ജൂൾ നിയമം എന്നറിയപ്പെടുന്നത്. ജൂൾ നിയമം അനുസരിച്ച് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അതായത് H = I²RT.
ഇവിടെ I എന്നത് ആംപെയർ യൂണിറ്റിലുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയാണ്. R ഓം യൂണിറ്റിലുള്ള പ്രതിരോധവും T സെക്കൻഡിലുള്ള സമയവുമാണ്. ഈ സമവാക്യം ഉപയോഗിച്ച് മറ്റു ചില ബന്ധങ്ങളും നമുക്ക് രൂപീകരിക്കാം. ഓം നിയമം അനുസരിച്ച് വോൾട്ട് എന്നാൽ ആംപെയർ ഗുണം പ്രതിരോധം ആണല്ലോ. അതായത് V സമം I ഗുണം R. അങ്ങനെയെങ്കിൽ R സമം V ഭാഗം I സമം V ഭാഗം R. H സമം I സ്ക്വയർഡ് RT എന്ന സമവാക്യത്തിൽ Iക്കു പകരം V ഭാഗം R നൽകുമ്പോൾ H സമം V ഭാഗം R ഗുണം V ഭാഗം R ഗുണം RT സമം V സ്ക്വയർഡ് RT ഭാഗം R സ്ക്വയർഡ്. H സമം V സ്ക്വയർഡ് T ഭാഗം R. ഒരു സർക്യൂട്ടിലെ കറണ്ടിന്റെ അളവ് ഇരട്ടിയാക്കിയാലോ? അപ്പോൾ സമവാക്യമനുസരിച്ച് H സമം 2I ഓൾ സ്ക്വയർഡ് ഗുണം RT സമം 4I സ്ക്വയർഡ് RT. അതായത് കറണ്ട് ഇരട്ടിയാക്കിയാൽ താപം 4 മടങ്ങാകും. അതുപോലെ സർക്യൂട്ടിലെ പ്രതിരോധം ഇരട്ടിയാക്കി നോക്കാം. അപ്പോൾ H സമം I സ്ക്വയർഡ് RT ഭാഗം 2. അപ്പോൾ പ്രതിരോധം ഇരട്ടിച്ചാൽ താപം പകുതിയാകും. വൈദ്യുതി പ്രവാഹത്തിന്റെ താപഫലത്തെ ഉപയോഗപ്പെടുത്തുന്ന പലതരം ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇലക്ട്രിക് ഹീറ്റർ, സോൾഡറിംഗ് അയൺ, വാട്ടർ ഹീറ്റർ തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. ഇവയിലെല്ലാം താപം ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം ഉപയോഗിച്ചാണ്. നിക്കൽ, ക്രോമിയം, അയൺ, മാംഗനീസ് എന്നീ ലോഹങ്ങളുടെ സങ്കരമാണ് നിക്രോം. നിക്രോമിന് പല മേന്മകളുണ്ട്. അതിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി അഥവാ പ്രതിരോധശേഷിയുണ്ട്. ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് അഥവാ ദ്രവണാങ്കമുണ്ട്. ചുട്ടുപഴുത്ത അവസ്ഥയിൽ വായുവുമായി സമ്പർക്കത്തിൽ വന്നാലും ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാൻ കഴിവുണ്ട്. ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് മൈക്രോവേവ് അവനും ഇൻഡക്ഷൻ കുക്കറും. മൈക്രോവേവ് അവനിൽ മൈക്രോവേവും ഇൻഡക്ഷൻ കുക്കറിൽ എഡ്ഡി കറണ്ടും ഉപയോഗപ്പെടുത്തുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് നോക്കൂ. ബൾബിന് താഴെയുള്ള സ്വിച്ച് ഓണാക്കുമ്പോൾ കറണ്ടിന് 2 പാത ലഭ്യമാകുന്നു. ഒന്ന് ബൾബുള്ള പാത. ഇതിൽ ഫിലമെന്റിന്റെ പ്രതിരോധമുണ്ട്. 2 ബൾബിന് സമാന്തരമായി പ്രതിരോധം വളരെ കുറഞ്ഞതോ ഇല്ലാത്തതോ ആയ S എന്ന പാത. സ്വിച്ച് ഇട്ടപ്പോൾ വൈദ്യുതി പ്രതിരോധമുള്ള ബൾബ് വഴി പോകാതെ പ്രതിരോധമില്ലാത്ത പാതയായ സ്വിച്ച് വഴി പോകുന്നു. ഇതുമൂലം കറണ്ട് ക്രമാതീതമായി വർദ്ധിക്കുന്നു. വയറുകൾ ചുട്ടുപഴുക്കുന്നു. ഇത് ഷോർട്ട് സർക്യൂട്ടാണ്. ഇത് നോക്കൂ. ഇവിടെ മെയിൻ സർക്യൂട്ടിലെ 2 കമ്പികൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോഴും പ്രതിരോധമില്ലാത്ത പാത ഉണ്ടായതിനാൽ കറണ്ട് ക്രമാതീതമായി വർദ്ധിച്ചതാണ് സ്പാർക്ക് ഉണ്ടാകാൻ കാരണം. വീടുകളിലും മറ്റും ഒരു സർക്യൂട്ടിന് താങ്ങാവുന്നതിലുമധികം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചാലും സർക്യൂട്ടിൽ കറണ്ട് ക്രമാതീതമായി വർദ്ധിക്കും. ഇതാണ് ഓവർലോഡിംഗ്. ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും മൂലം സർക്യൂട്ടിൽ തീപിടുത്തവും മറ്റുമുണ്ടാകും. ഇതിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. ഫ്യൂസ് വയറിന് താഴ്ന്ന ദ്രവണാങ്കമാണുള്ളത്. ഫ്യൂസിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തെല്ലാം ഫ്യൂസ് വയറിൽ ചെറിയ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ താപം ചുറ്റുപാടുകളിലേക്ക് പ്രേഷണം ചെയ്തു പോകുന്നു. എന്നാൽ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ മൂലം ക്രമത്തിലധികം കറണ്ട് സർക്യൂട്ടിലൂടെ ഒഴുകുമ്പോൾ ഫ്യൂസ് വയറിലെ താപം അത്യധികമായി ഉയരുകയും വയർ ഉരുകി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ ആംബിയറേജ് അനുസരിച്ച് വൈദ്യുത പ്രവാഹ തീവ്രതയും വ്യത്യാസപ്പെട്ടിരിക്കും. അതിനാൽ അനുയോജ്യമായ ആംബിയറേജുള്ള ഫ്യൂസ് വയർ തന്നെ തിരഞ്ഞെടുക്കണം.
വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശഫലം. പണ്ടുകാലങ്ങളിൽ എണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്ന വിളക്കുകൾ മാത്രമായിരുന്നു നമുക്ക് പ്രകാശത്തിനായി ഉണ്ടായിരുന്നത്. ടോർച്ചുകൾക്ക് പകരം ചൂട്ടുകറ്റയോ മറ്റോ ഉപയോഗിക്കണമായിരുന്നു. എന്നാൽ ഇന്നോ വൈദ്യുതിയുടെ പ്രകാശഫലം എന്ന ആശയം കണ്ടുപിടിക്കപ്പെട്ടതോടെ നമുക്കെന്തെല്ലാം ഗുണങ്ങൾ കൈവന്നിരിക്കുന്നു. മുൻകാലങ്ങളിൽ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ഫിലമെന്റ് ലാമ്പുകളായിരുന്നു. തോമസ് ആൽവ എഡിസണാണ് ഫിലമെന്റ് ലാമ്പ് കണ്ടുപിടിച്ചത്. ടങ്സ്റ്റൺ ലോഹം കൊണ്ട് നിർമ്മിച്ച ഫിലമെന്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ടങ്സ്റ്റൺ ചുട്ടുപഴുത്ത് പ്രകാശം പുറപ്പെടുവിക്കുന്നു. താപവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. താപത്താൽ തിളങ്ങുന്നത് എന്ന അർത്ഥത്തിൽ ഇവയെ ഇൻകാൻഡസെന്റ് ലാമ്പുകൾ എന്നും വിളിക്കുന്നു. ടങ്സ്റ്റൺ ലോഹത്തിന് പല സവിശേഷതകളുണ്ട്. ഇതിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി അഥവാ പ്രതിരോധമുണ്ട്, ഉയർന്ന ദ്രവണാങ്കമുണ്ട്, ഉയർന്ന ഡക്റ്റിലിറ്റി ഉള്ളതിനാൽ നേർത്ത കമ്പികളാക്കാനും കഴിയും. ചുട്ടുപഴുത്ത് ദീർഘനേരം ധവളപ്രകാശം പുറപ്പെടുവിക്കാൻ കഴിയും. ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഉള്ളിലെ ശൂന്യസ്ഥലത്ത് കുറഞ്ഞ മർദ്ദത്തിൽ നൈട്രജൻ വാതകം നിറച്ചിരിക്കും. ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാനാണിത്. മാത്രവുമല്ല, വായുവിന്റെ അഭാവത്തിൽ നൈട്രജൻ പൂർണ്ണമായും അലസമായി വർത്തിക്കുന്നു. താപനിലയിലുണ്ടാകുന്ന നേരിയ വർധനവ് നൈട്രജന്റെ വികാസത്തെ ബാധിക്കുകയുമില്ല. ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ നൽകുന്ന വൈദ്യുതോർജ്ജത്തിന്റെ ബഹുഭൂരിഭാഗവും താപത്തിന്റെ രൂപത്തിൽ നഷ്ടപ്പെടുന്നു. വൈദ്യുതോർജ്ജം ലാഭിക്കുവാനായി ഫിലമെന്റ് ലാമ്പുകളുടെ ഉപയോഗം കുറയ്ക്കേണ്ടതാണ്. ഇനി വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്ന മറ്റൊരു ലാമ്പിനെ പരിചയപ്പെടാം. ഡിസ്ചാർജ് ലാമ്പ്. ഒരു ഡിസ്ചാർജ് ലാമ്പിനുള്ളിലെ ഘടകങ്ങൾ നോക്കൂ. ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. വൈദ്യുതി പ്രവാഹമുണ്ടാകുമ്പോൾ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലെ വാതകങ്ങൾ അയോണീകരിക്കപ്പെടും. അയോണീകരിക്കപ്പെട്ട ആറ്റങ്ങൾ അതിവേഗം ചലിക്കുകയും അയോണീകരിക്കാത്ത ആറ്റങ്ങളുമായി കൂട്ടിമുട്ടുകയും ചെയ്യും. ഈ സംഘട്ടനം മൂലം അയോണീകരിക്കാത്ത ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ ഉയർന്ന ഊർജ നിലകളിലെത്തും. സ്ഥിരത കൈവരിക്കാനായി ഈ ഇലക്ട്രോണുകൾ പഴയ ഊർജ നിലയിലേക്ക് വരുമ്പോൾ സംഭരിച്ച അധിക ഊർജം പ്രകാശവികിരണങ്ങളായി പുറത്തുവിടും. ലാമ്പിന്റെ ഗ്ലാസ് ട്യൂബിൽ നിറച്ചിരിക്കുന്ന വാതകത്തിനനുസരിച്ച് പല വർണ്ണങ്ങളിൽ അവ പ്രകാശിക്കുന്നു. പലതരം ഡിസ്ചാർജ് ലാമ്പുകളുണ്ട്. അതിലൊന്നാണ് ഫ്ലൂറസെന്റ് ലാമ്പ്. ചില പദാർത്ഥങ്ങൾക്ക് അവയേക്കാൾ തരംഗദൈർഘ്യം കുറഞ്ഞ പദാർത്ഥങ്ങൾ വന്നു പതിക്കുമ്പോൾ അവയെ ആഗിരണം ചെയ്യുവാനും ഉടൻ തന്നെ ദൃശ്യപ്രകാശമായി പുറത്തുവിടാനുമുള്ള കഴിവുണ്ട്. ഇതിനെ ഫ്ലൂറസെൻസ് എന്നാണ് പറയുന്നത്. ഇത്തരം പദാർത്ഥങ്ങളെ ഫ്ലൂറസെന്റ് പദാർത്ഥങ്ങൾ എന്നറിയപ്പെടുന്നു. ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ഗ്ലാസ് ട്യൂബിനുള്ളിൽ വെളുത്ത നിറത്തിൽ കാണുന്നത് ലേപനം ചെയ്തിരിക്കുന്ന ഫ്ലൂറസെന്റ് പദാർത്ഥമാണ്. ട്യൂബിന്റെ രണ്ടഗ്രത്തുമുള്ള ഹീറ്റിംഗ് കോയിലിൽ തോറിയം ഓക്സൈഡ് ലേപനം ചെയ്തിരിക്കും. വൈദ്യുത പ്രവാഹം മൂലം ഈ കോയിലുകൾ ചുട്ടുപഴുത്ത് ഇലക്ട്രോണുകളെ ഉത്സർജിക്കുന്നു. അതിവേഗം ചലിക്കുന്ന ഈ ഇലക്ട്രോണുകൾ മെർക്കുറി ബാഷ്പത്തിലെ അയോണീകരിക്കാത്ത തന്മാത്രകളുമായി സംഘട്ടനത്തിലേർപ്പെടുന്നതിന്റെ ഫലമായി അൾട്രാ വയലറ്റ് രശ്മികൾ ഉണ്ടാവുകയും ഈ രശ്മികളെ ട്യൂബിൽ ലേപനം ചെയ്തിരിക്കുന്ന ഫ്ലൂറസെന്റ് പദാർത്ഥം ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശമായി പുറത്തുവിടുകയും ചെയ്യുന്നു. ട്യൂബിനുള്ളിൽ ഡിസ്ചാർജ് ആരംഭിക്കുവാൻ ആദ്യഘട്ടത്തിൽ ഉയർന്ന വോൾട്ടേജ് ആവശ്യമാണ്. ഇത് നൽകുന്നത് ഇലക്ട്രോണിക് ചോക്കുകൾ അഥവാ ഇലക്ട്രോണിക് ബല്ലാസ്റ്റുകളാണ്. കൂടാതെ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന 50 ഹെർട്സ് ആവൃത്തിയുള്ള വൈദ്യുതിയെ ഉയർന്ന ആവൃത്തിയുള്ളതാക്കി ട്യൂബിന് നൽകുന്നതും ഇലക്ട്രോണിക് ബല്ലാസ്റ്റിലെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ്. അൾട്രാ വയലറ്റ് രശ്മികൾ അടങ്ങുന്ന നീല പ്രകാശം തരുന്ന തരം ട്യൂബുകൾ ഈച്ചകളുടെ ട്രാപ്പായും ബാങ്കുകളിൽ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനും രേഖകളിലെ കൃത്രിമം കണ്ടെത്താനും മറ്റും ഉപയോഗിക്കുന്നു. വലിയ ഫ്ലൂറസെന്റ് ട്യൂബിന്റെ നീളം കുറച്ചും കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കാൻ പാകത്തിനും നിർമ്മിച്ചിരിക്കുന്നവയാണ് CF ലാമ്പുകൾ.
ഇവയുടെ പ്രവർത്തനം ഫ്ലോറസെന്റ് ലാമ്പിൻ്റേതിന് ഏകദേശം സമാനമാണ്. CF ലാമ്പിൻ്റെ മുകളറ്റത്തുള്ള വെളുത്ത ഭാഗത്തിനുള്ളിൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളുണ്ട്. ഈ സർക്യൂട്ടുകൾ AC-യെ ഉയർന്ന ആവൃത്തിയിലാക്കി ഹീറ്റിംഗ് കോയിലിന് നൽകും. ഫ്ലോറസെന്റ് ലാമ്പുകളുടെയും CF ലാമ്പുകളുടെയും ഉള്ളിൽ നിറയ്ക്കുന്ന മെർക്കുറി ബാഷ്പം പ്രകൃതിക്ക് ഹാനികരമാണ്. അതുപോലെ ഫ്ലോറസെന്റ് പദാർത്ഥങ്ങളും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്നവയാണ്. ഇത്തരം ലാമ്പുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ഉപയോഗം കഴിഞ്ഞ ഇത്തരം ലാമ്പുകളുടെ കൂട്ടം ഇന്ന് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇവയെ ശരിയായി കൈകാര്യം ചെയ്യാനുള്ള വഴികളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. ഫ്ലോറസെന്റ് ലാമ്പുകളുടെ പല പരിമിതികളെയും ദോഷങ്ങളെയും മറികടക്കുന്ന LED അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ലാമ്പുകളാണ് ഇന്ന് വ്യാപകമായി പ്രചാരം നേടിയിരിക്കുന്ന പ്രകാശിക ഉപകരണം. ഇവയ്ക്ക് പല മേന്മകളുണ്ട്. ഫിലമെന്റ് ഇല്ലാത്തതിനാൽ ഊർജം താപരൂപത്തിൽ നഷ്ടമാകുന്നില്ല. മെർക്കുറി ഉപയോഗിക്കുന്നില്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരമല്ല. വളരെ തുച്ഛമായ വൈദ്യുതി മതിയാകും. ഊർജ പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരു നല്ല മാർഗമാണ് ഫ്ലൂറസെന്റ് ലാമ്പുകൾക്ക് പകരം LED ലാമ്പുകളുടെ ഉപയോഗം വ്യാപകമാക്കുക എന്നത്. രാത്രികാലങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കും സെർച്ച് ലൈറ്റുകളിലും സിനിമ ഷൂട്ടിങ്ങിലും മറ്റും ഉപയോഗിക്കുന്നവയാണ് ആർക്ക് ലാമ്പുകൾ. വായുശൂന്യമായ ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ നിശ്ചിത അകലത്തിൽ സ്ഥിരമായി നിൽക്കത്തക്ക വിധം ക്രമീകരിച്ചിരിക്കുന്ന കാർബൺ ദണ്ടുകളാണ് ഇതിന്റെ പ്രധാന ഭാഗം. ഈ ദണ്ടുകൾക്കിടയിൽ ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി നൽകുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്ചാർജിന്റെ ദീപ്തിയാണ് കാർബൺ ആർക്ക് ലാമ്പുകളുടെ ശക്തമായ പ്രകാശത്തിന് കാരണം. അപ്പോൾ വൈദ്യുതിയുടെ പ്രകാശഫലം മനുഷ്യന്റെ ജീവിതത്തെ തന്നെ പ്രകാശപൂർണമാക്കിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം.